വെൽക്കം ടു മൈ ചാനൽ ലേൺ ടു കോഡ് ഫ്രം സീറോ ടു ഹീറോ. ഏവർക്കും എൻ്റെ ചാനൽ ലേൺ ടു കോഡ് ഫ്രം സീറോ ടു ഹീറോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് ആണ്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് ആണല്ലോ. അപ്പം നമുക്കറിയാം, നിങ്ങൾ എൻ്റെ പ്രീവിയസ് ക്ലാസ്സസ് ഒന്നും കേട്ടിട്ടില്ലെങ്കിൽ അതൊക്കെ കേൾക്കുക. മെട്രിസസിനെ കുറിച്ചുള്ള ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്, പ്ലേലിസ്റ്റിൽ പോവുക, പ്ലേലിസ്റ്റിൽ പോയി മെട്രിസസിന്റെ ക്ലാസ് ഒക്കെ കേൾക്കുക. അതിൽ എന്താണ് മെട്രിക്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നല്ലോണം വാച്ച് ചെയ്തതിന് ശേഷം, നല്ലോണം കേട്ടതിന് ശേഷം ഇത് കാണുക. ഇതൊരു മെട്രിക്സ് ആണല്ലോ. ഇതിന് 2 റോസും 3 കോളംസും ആണ് ഉള്ളത്. അതുകൊണ്ട് അതിനെ ഇങ്ങനെ എഴുതി 2/3 ഇങ്ങനെ എഴുതി. ഓക്കെ, ഇതെന്താ? ഇത് വേറൊരു മെട്രിക്സ് ആണ്. 2 7 -1 1 5 - 4. ഇതിന് 3 റോസും 2 കോളംസും ആണ് ഉള്ളത്. അതുകൊണ്ട് എന്ത് എഴുതി? 3/2 എന്ന് എഴുതി. അപ്പം നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ആദ്യത്തെ മെട്രിക്സും ഇത് രണ്ടാമത്തെ മെട്രിക്സും ആണല്ലോ. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്പർ ഓഫ് കോളംസ് ഓഫ് ദ ഫസ്റ്റ് മെട്രിക്സ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ദ സെക്കൻഡ് മെട്രിക്സ്. അതായത് തന്നിരിക്കുന്ന ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണെങ്കിൽ മാത്രമേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവുന്നുള്ളൂ, ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നർത്ഥം. പിന്നെ നമ്മൾ അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഈ ഒരു സിമ്പിൾ കണ്ടോ? ഒരു 7 എന്ന് എഴുതിയ പോലെയാണിത് അല്ലെ? അതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇത് റോ ആണ്, ഇത് കോളം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 1 × 2 പ്ലസ് -1 × -1 പ്ലസ് 2 × 5. അങ്ങനെ ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. അതായത് ഇത് കണ്ടോ, ഇവിടെ 1 × 2 പ്ലസ് -1 × -1 പ്ലസ് 2 × 5. അടുത്തത് അതേപോലെ എന്ത് വരും? ഇവിടെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ആദ്യത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് റോവും രണ്ടാമത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളവും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ആദ്യത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് റോവും രണ്ടാമത്തെ മെട്രിക്സിന്റെ സെക്കൻഡ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതെങ്ങനെ ചെയ്യും? 1 × 7 പ്ലസ് -1 × 1 പ്ലസ് 2 × -4 എഴുതിക്കൂടെ? ഇനി അടുത്ത എന്താണ്? ഫസ്റ്റ് മെട്രിക്സിന്റെ രണ്ടാമത്തെ റോ എടുക്കുക, റോവും പിന്നെ സെക്കൻഡ് മെട്രിക്സിന്റെ ആദ്യത്തെ കോളം. അപ്പോൾ 0 × 2 പ്ലസ് 3 × -1 പ്ലസ് 4 × 5. അതേപോലെ സെക്കൻഡ് റോവും സെക്കൻഡ് കോളവും 0 × 7 പ്ലസ് 3 × 1 പ്ലസ് 4 × -4. ഇതാണ് നമ്മളുടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷമുള്ളത്. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്യുക? 2 -1 × -1 എന്തായി? പ്ലസ് ആയി. 2 + 1 പ്ലസ് 2 × 5 10. 1 × 7 എന്താണ്? 7 -1 -8. 2 × -4 is -8. അടുത്തത് 0 × 2 0. 3 × -1 -3 പ്ലസ് 4 × 5 20. 0 × 7 0. 0 + 3 -16. ഇങ്ങനെയാണ് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? 2 + 1 എന്താണ്? 3 ആണ്. 3 + 10 13. 13 ആണ് ഫസ്റ്റ് വാല്യൂ. 7 - 1 6. 6 - 8 -2. 0 - 3 -3. -3 + 20 17. അതേപോലെ 0 + 3 3. 3 - 16 എത്രയാണ്? -13. ഇതാണ് നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ. അപ്പം നമ്മളിവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്പർ ഓഫ്
columns of the first matrix should be equal to number of rows of the second matrix. ആണോ നമ്മൾ ചെക്ക് ചെയ്യാം. അത് ഈക്വൽ ആവുകയാണെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സിമ്പിൾ മനസ്സിലാക്കുക, ഒരു ഫ്ലാഗോ അല്ലെങ്കിൽ നമ്മൾ എഴുതിയ പോലെയോ എന്തെങ്കിലും ഒന്ന് മനസ്സിൽ ഒരു വിഷ്വലൈസ് ചെയ്തതിന് ശേഷം, അതുപോലെ ഇതെന്താണ്, ഇത് റോ ആണ്, ഇമാജിൻ ഇതെന്താണ്, ഇത് റോ ആണ്, ഇത് കോളമാണ്. അപ്പോൾ ഓരോ റോവും ഓരോ കോളത്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വാല്യൂസ് കണ്ടു. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം. അങ്ങനെ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കുക. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അടുത്തത്, do it with your task number 2. Find AB if A equal to 0 minus 1 0 2 B equal to 3 5 0 0. ഇങ്ങനെയാണ് പ്രോബ്ലം തന്നിരിക്കുന്നത്. ഇത് എത്ര റോ ഉണ്ട് ഇവിടെ? 2 റോ 2 കോളം. അപ്പൊ എന്താണ്? 2/2 മെട്രിക്സ്. ഇതും അതേപോലെ 2/2 മെട്രിക്സ് തന്നെയാണ്. അപ്പൊ നമ്പർ ഓഫ് കോളംസ് of the first matrix is equal to number of rows of the second matrix. അപ്പൊ എന്താണ്? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 7 എന്ന് പറയുന്ന ഒരു മോഡൽ നമ്മൾ മനസ്സിൽ കാണണം. എന്നിട്ട് എന്ത് ചെയ്യുക? 0 into 3 plus minus 1 into 0. അടുത്ത കഴിഞ്ഞു 0 into 5 plus minus 1 into 0. കഴിഞ്ഞു 0 into സെക്കൻഡ് റോ ആണ് എടുക്കുന്നത് നമ്മൾ. 0 2ന്റെ 0 into 3 plus 2 into 0. കഴിഞ്ഞു 0 into 5 plus 2 into 0. അപ്പം നമുക്ക് എന്ത് കിട്ടുന്നു? എല്ലാ എലമെന്റ്സും നമുക്ക് എന്തായിട്ടാണ് കിട്ടുന്നത്? 0 ആയിട്ടാണ് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ ഇതാണ്, വിച്ച് ഇസ് ഈക്വൽ ടു 0. സീറോ മെട്രിക്സ് ആണത്. ഓക്കെ, നമ്മൾ എങ്ങനെ ചെയ്തു? ഇതാണ് നമ്മൾക്കറിയാം ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. അപ്പോൾ ഫസ്റ്റ് റോ ഈ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതേമാതിരി ഫസ്റ്റ് റോ ഈ സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സെക്കൻഡ് റോ സെക്കൻഡ് കോളം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 0 മെട്രിക്സ് ആണ് കിട്ടുന്നത്. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. ഡു ഇറ്റ് യുവർ സെൽഫ് ടാസ്ക് ആണ്. ഇനി ഈ ഒരു സെക്ഷൻ എന്ന് ഇത്രയും നേരം നമ്മൾ എന്താ പഠിച്ചത്? ഡു ഇറ്റ് വിത്ത് യു ടാസ്ക് ആണ്. ഞാൻ നിങ്ങളുടെ കൂടെ ചെയ്താണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അത് നല്ലോണം റീവാച്ച് ചെയ്തതിന് ശേഷം പിന്നെയും കേട്ടതിന് ശേഷം ഡു ഇറ്റ് യുവർ സെൽഫ് ടാസ്കിലേക്ക് നമുക്ക് കിടക്കാം. ആക്ഷൻ ടു ടേക്ക്. പോസ് ദ വീഡിയോ. നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്യുക. ടേക്ക് ഡൗൺ ദ ക്വസ്റ്റ്യൻസ്. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇത് എഴുതിയെടുക്കുക ഒരു ബുക്കിൽ. എന്നിട്ട് നിങ്ങൾ തന്നെ സ്വന്തം ചെയ്യുക. ഡു ഇറ്റ് യുവർ സെൽഫ്. ടേക്ക് എ ഫോട്ടോ ഓഫ് ദ വർക്ക് യു ഹാവ് ഡൺ ആൻഡ് കമന്റ് ബിലോ. നിങ്ങൾ ചെയ്ത വർക്കിന്റെ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങളിത് കമന്റ് ചെയ്യുക. പ്രിന്റ് സ്ക്രീൻ എടുത്ത് നിങ്ങളൊരു ഇമേജ് കമന്റ് ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് നല്ല വർക്ക് ടാസ്ക്. നിങ്ങൾക്ക് ഈ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എക്സ്പ്ലനേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അത് പിന്നെയും കേട്ട് പഠിക്കുക, മനസ്സിലാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ആൻഡ് യൂസ്ഫുൾ ഫോർ യു. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.